നമസ്കാരം, ഞാൻ ബിന്ദു ടീച്ചർ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണവും ചോദ്യോത്തരങ്ങളുമാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം അഭിപ്രായം രേഖപ്പെടുത്തുകയും ലൈക്ക് ചെയ്യുകയും സഹപാഠികൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. 10ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാഠപുസ്തകത്തിലെ 3ാമത്തെ യൂണിറ്റായ വിസ്തൃത ലോകവിധാനത്തിൽ എന്ന യൂണിറ്റിലെ 2ാമത്തെ പാഠമായ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇതിൻ്റെ പാഠഭാഗത്തിൻ്റെ വിശദീകരണത്തിൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഇപ്പോൾ ഞാൻ അനേകരാണ്, ഈ മലങ്കര 7 വൻകരയുമാണ്. വരികളുടെ അർത്ഥതലങ്ങൾ വിശദീകരിക്കുക. ലോകത്തെ ആഗോള ഗ്രാമമായി കാണുന്ന ഒരു പുതിയ കാലത്തിൻ്റെ പ്രവണതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ലോകത്തിൻ്റെ അവതാരമൂർത്തിയായിട്ട് അവനവനെ തന്നെ മനുഷ്യൻ അവരോധിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു അഹങ്കാരവും കൂടെ അതിനകത്ത് അല്പം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ലോകം മുഴുവൻ തൻ്റെ കൈപ്പിടിയിലാണെന്നും ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ കാലത്ത് മനുഷ്യൻ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് താൻ അനേകരാണെന്നും ഈ മലങ്കര ഒരു വൻകരയാണെന്നും അയാൾക്ക് തോന്നുന്നത്. ബത്തേരിക്കടുത്ത മലങ്കരയിൽ നിന്ന് ലോകത്തെ നോക്കിക്കാണുന്ന ആ കവി താൻ നിൽക്കുന്നത് മറ്റെവിടെയുമല്ലെന്നും 7 വൻകരയിലാണെന്നും ആണ് സൂചിപ്പിക്കുന്നത്. അവിടുത്തെ വരാന്ത എന്ന് പറയുന്നത് ഒരുപക്ഷെ സിംഗപ്പൂരോ മലേഷ്യയിലോ ഒക്കെ ആവാം എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തെ മൊത്തമായിട്ടൊരു ഗ്രാമമായി കാണുന്ന ഒരു രീതിയാണ്. ഇത് ലോകത്തെ മുഴുവൻ തനിക്ക് ഒരിടത്ത് നിന്ന് നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ള ഒരു കാഴ്ചപ്പാട്, അത് മനുഷ്യൻ്റെ ഒരു ധാർഷ്ട്യത്തിൻ്റെ അടയാളമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ചോദ്യപ്രകാരമാണ്: ക്യാമറ തുടരെ ക്ലിക്കി, പൊന്തൂലിക വിറ്റ് കിടിലൻ ഫോണൊന്നു വാങ്ങിച്ചു ഞാൻ, ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു, വന്നു കമൻറ്റുകൾ തിരുതകൃതിയായി ചാറ്റൽ. സുസ്ഥിര വികസന കാഴ്ചപ്പാടുകളോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമൂഹത്തിൻ്റെ മനോഭാവത്തെ പരിഹസിക്കുകയല്ലേ കവി ചെയ്യുന്നത്, വിമർശനാത്മകമായി വിലയിരുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു രാജ്യത്തിന്, ഒരു ദേശത്തിൻ്റെ മഹത്വവും അതിലുള്ള ജനങ്ങളുടെ കാർഷിക സംസ്കാരം, പരിസ്ഥിതി, ഇതൊക്കെ തിരിച്ചറിയാത്ത ഒരു സമൂഹം ആധുനിക കാലഘട്ടത്തിൽ വളർന്നു വരുന്നു എന്ന ഖേദകരമായ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം എപ്പോഴും വികസനം നടക്കേണ്ടത് താഴെ തട്ടിൽ നിന്നാണ്. അപ്പോഴത് ഈ വികസനമെന്ന് പറയുന്നത് മണ്ണിനെയും മനുഷ്യനെയും കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് വികസനമെന്ന് പറയുന്നത്. അത് അതിനെ അടുത്തറിയാത്തവർ ഈ വികസനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത്, ആ പ്രകൃതി സൗന്ദര്യം, ആ അല്പം മാത്രമായി നമ്മൾ കാണുന്ന പച്ചപ്പ് മാത്രമാണെന്നും ആ പച്ചപ്പാണ് സമൃദ്ധിയെന്നും വികസനമെന്നും ഒക്കെ തെറ്റിദ്ധരിച്ചു പോകുന്നു. അതുപോലെ തന്നെ ചിത്രങ്ങൾ ഒക്കെ ക്യാമറയിൽ ചിത്രങ്ങൾ എടുത്ത് അത് പങ്കുവയ്ക്കലാണ് ഏറ്റവും മഹത്തായ ഒരു പരിസ്ഥിതി ബോധം എന്ന് അവർ, അല്ലെങ്കിൽ പരിസ്ഥിതി സ്നേഹമെന്നൊക്കെ അവർ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. അത്തരക്കാരെയാണ് കവി ഇവിടെ പരിഹസിക്കുന്നത്. തൂലിക വിറ്റ് മൊബൈൽ ഫോൺ വാങ്ങി ചിത്രങ്ങളെടുത്ത് അത് പങ്കുവയ്ക്കുകയും അതിൻ്റെ കമൻറ്റുകൾ പ്രചരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പ്രകൃതി, മനുഷ്യന് വേണ്ട, അല്ലെങ്കിൽ പ്രകൃതി, അതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, ഇവയെക്കുറിച്ചൊന്നും ചിന്തിക്കാത്തവർക്ക് തീർച്ചയായും വികസനത്തെക്കുറിച്ചൊരു സുസ്ഥിരമായ കാഴ്ചപ്പാട് ഇല്ല. അവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ സ്വന്തം സുഖവും സന്തോഷവും മാത്രമാണ് അവരുടെ താല്പര്യം, അല്ലെങ്കിൽ അവർ അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നതും കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്കു മലർന്നു കിടക്കുകയല്ലേ മലനാട്ടുമണ്ണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെയും സംസ്കാരത്തെയും സമന്വയിപ്പിച്ചത് എത്രമാത്രം ആകർഷകമായിട്ടുണ്ട്. വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം മലയാള നാടിൻ്റെ മനോഹാരിതയും ഭംഗിയും വളരെ ഭംഗിയായിട്ട് ആവിഷ്കരിക്കാൻ ഈ വരികൾക്ക് സാധിച്ചിട്ടുണ്ട്. മലയാള നാടിൻ്റെ ഭൂപ്രകൃതിയും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക പാരമ്പര്യവും ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയം കവരുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നത് കഥകളിയെക്കുറിച്ചാണ്. കഥകളിക്കാരൻ്റെ മുഖത്ത് തേച്ച മനയോല പോലെ മലയാളം ഇങ്ങനെ പച്ചപ്പ് പുതച്ച് കിടക്കുകയാണ്.
അതുപോലെ തന്നെ അത് ചുട്ടിക്ക് വേണ്ടി മലർന്നു കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഇനിയും വരാനിരിക്കുന്ന വികസനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്, അല്ലേ? അപ്പം സമൃദ്ധിയും വികസനവും ഒക്കെ ഇനിയും വരാനിരിക്കുകയാണ്. അതിനുവേണ്ടി കാത്തിരിപ്പിലാണ് നമ്മുടെ നാട് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അതുപോലെ തന്നെ കേരളീയ പ്രകൃതിയെയും കലാസംസ്കാരത്തെയും സംയോജിപ്പിച്ച് മണ്ണിൻ്റെ സമൃദ്ധിയെയും സൗന്ദര്യത്തെയും ആവിഷ്കരിക്കാനായിട്ട് വളരെ മനോഹരമായി, വളരെ ഭംഗിയായിട്ട് ഈ വാക്കുകൾ അല്ലെങ്കിൽ ഈ പ്രയോഗം സാധ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. മാത്രവുമല്ല, എല്ലാ കാലത്തും ഈ മലയാള നാടിൻ്റെ ഭംഗിയും സൗന്ദര്യവും സാംസ്കാരികതയും ഒക്കെ എല്ലാ കാലത്തും കവികളെ പ്രചോദിപ്പിച്ചിട്ടുള്ളതാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് എന്തെങ്കിലും ചെയ്യണം, നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം, ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും എത്ര സെൻറ്റ് വരും? ഇത്തരം നിലപാടുകൾ പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായകമാകുമോ? കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ പച്ചപ്പും അല്ലെങ്കിൽ ഈ സൗന്ദര്യവും എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് മാത്രം ആസ്വദിക്കാനുള്ളതാണ് എന്നൊരു തോന്നലും കൂടെ നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഇവിടെ കവി യഥാർത്ഥത്തിൽ കപടമായ മനുഷ്യൻ്റെ ഒരു ആധുനിക ലോകത്തിൻ്റെ ഒരു പരിസ്ഥിതി സ്നേഹത്തെ കൂടെ, കപട പരിസ്ഥിതി സ്നേഹത്തെ കൂടെ സൂചിപ്പിക്കാനാണ് ഇവിടെ ഈ വരികൾ ഉപയോഗിച്ചിരിക്കുന്നത്. നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിലനിർത്താനുള്ള ഉത്കണ്ഠയും മൊബൈലിൽ ഫോട്ടോ എടുക്കാനിരിക്കുന്ന വീടും പറമ്പും സ്വന്തമാക്കാനുള്ള ഒരു വ്യഗ്രതയും ഒക്കെ മണ്ണിനോടും പ്രകൃതിയോടുമുള്ള ഒരു ഇഷ്ടമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും, അല്ലേ? യഥാർത്ഥത്തിൽ എന്താ അവിടെ സംഭവിക്കുന്നത്? ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി ലോകത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആ മടുപ്പ് വരുമ്പോഴത്തേക്കും ഇവിടെ വന്ന് കണ്ണിന് കുളിർമയേകാനും ചാരി കിടന്ന് ആസ്വദിക്കാനുമുള്ളതാകണം നമ്മുടെ പ്രകൃതി എന്ന ഒരു ചിന്തയാണ് ഇവിടെ കവി പ്രകടിപ്പിക്കുന്നത്. ആധുനിക മനുഷ്യൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വ്യഗ്രതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് ഒരിക്കലും നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിന് ഉതകുന്നതല്ല എന്ന് കവി തീർത്തു പറയുകയാണ്. പ്രകൃതിയുടെ തനിമയും താളവും നിലനിർത്തിക്കൊണ്ട് മാത്രമേ മനുഷ്യനെയും പ്രകൃതിയും കൂടെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിന് ബോധപൂർവമായ പ്രവർത്തനം വേണം, പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള താല്പര്യം വേണം, അത് ആത്മാർത്ഥവുമായിരിക്കണം, എങ്കിലേ അത് സാധ്യമാവുകയുള്ളൂ. പരിസ്ഥിതി സ്നേഹം പ്രകടനപരതയായി മാറുന്നതിനോടുള്ള പ്രതിഷേധം ഏതെല്ലാം തലങ്ങളിലാണ് കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്? വിശകലനം ചെയ്ത് ആസ്വാദനം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ വൈകാരികമായിട്ടല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്, വളരെ പ്രായോഗികമായ ഒരു സമീപനം ഉണ്ടാവണം. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനും നമ്മുടെ രാജ്യത്തെ സുസ്ഥിരമായ ഒരു വികസനത്തിലേക്ക് നയിക്കുന്നതിനുമൊക്കെ കൃത്യമായ ഒരു പദ്ധതി നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം എന്നതും കൂടെ ഉള്ള ഒരു സൂചനയാണ് നമ്മുടെ കവി പി രാമചന്ദ്രൻ നമുക്ക് നൽകുന്നത്. അതുപോലെ കാലത്തിൻ്റെ ഭാവമാറ്റങ്ങളെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഈ കവിതയുടെ പ്രത്യേകത, അല്ലേ? ആധുനിക മനുഷ്യൻ്റെ മനോഭാവം എത്രത്തോളം മാറിയിരിക്കുന്നു, അവൻ്റെ പ്രകൃതി സ്നേഹം എത്രത്തോളം കാപട്യം നിറഞ്ഞതാണ്, വികസനം എന്ന് പറയുന്ന അവൻ്റെ കാഴ്ചപ്പാട് എത്രത്തോളം എങ്ങനെയുള്ളതാണ്, അതുപോലെ മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യനെ അയാൾ എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പരിസ്ഥിതി സ്നേഹം പ്രകടനപരതയായി മാറുന്നതിൻ്റെ ഒന്നാന്തരം ഒരു ഉദാഹരണമാണ് ഈ വാടക വീടിൻ്റെ വരാന്തയിലിരുന്ന് പ്രകൃതിയിലേക്ക് കണ്ണോടിക്കുമ്പോൾ കാണുന്ന നെൽപ്പാടങ്ങളും ചാറ്റൽ മഴയും പോത്തുപൂട്ടുന്ന കുറുമരും പാറിപ്പറക്കുന്ന കൊക്കുകളും കാക്കയും ഒക്കെ ആകർഷകം തന്നെയാണ്. പക്ഷേ അവയെല്ലാം സുന്ദരമായ കാഴ്ചയായിരിക്കുമ്പോഴും അതിനെ പകർത്തിയെടുത്ത് മറ്റുള്ളവരുടെ മുൻപിൽ കാഴ്ചവെക്കാനാണ് വ്യഗ്രത കാണിക്കുന്നത്. അല്ല അവയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചോ അവ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചുള്ള വേവലാതിയല്ല, അത് ചിത്രങ്ങളിലാക്കി പകർത്തുന്നതിനെക്കുറിച്ചോ ആണ് നമ്മൾ വ്യഗ്രത കാണിക്കുന്നത്. അതുപോലെ മലനാട്ടു പ്രകൃതി മുഖത്ത് ഒരു കഥകളിക്കാരൻ്റേതുപോലെ മനയോല തേച്ച് ചുട്ടിക്ക് വേണ്ടി മലർന്നു കിടക്കുകയാണെന്ന് പറയുമ്പോൾ കേരളീയ പ്രകൃതിയെയും സാംസ്കാരിക ഭൂമിയെയും അത് അടയാളപ്പെടുത്തുന്നുണ്ട്. എങ്കിലും കാർഷിക ജീവിതമോ പ്രകൃതിയുടെ സമൃദ്ധിയോ സൗന്ദര്യമോ നിലനിന്ന് കാണാനുള്ള ആഗ്രഹം അവിടെ അത്ര വേണ്ടവണ്ണം ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണല്ലോ എഴുത്തിൻ്റെ സൗന്ദര്യം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ എഴുത്തിൻ്റെ ആ സർഗാത്മകത ഉപേക്ഷിച്ച് എല്ലാം സാങ്കേതിക വിദ്യയിലൂടെ കാണിക്കാൻ, ആ എഴുത്തിലൂടെ കാണിക്കുന്നതിന് പകരം ചിത്രമെടുത്ത് ഉടനെ അപ്ലോഡ് ചെയ്യുക എന്ന ഒരു രീതിയിലേക്ക്, അപ്പം നമ്മുടെ നാടിൻ്റെ സംസ്കാരം എങ്ങനെയായിരുന്നു, ആ സംസ്കൃതി എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളത് മറന്നിട്ട് പുതിയൊരു രീതിയിലേക്ക് പോകുന്നതിനുള്ള വ്യഗ്രത, ഒരു തിടുക്കം നമുക്കിവിടെ ആധുനിക മനുഷ്യർ കാണാൻ കഴിയുന്നുണ്ട്. പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഒരക്ഷരവും ഇവിടെ
എഴുതപ്പെടുന്നില്ല എന്നുള്ളതും കൂടെ ശ്രദ്ധേയമാണ്. ഇങ്ങനെ ചിത്രങ്ങൾ കാണിച്ച് വയനാടിനൊന്നും സംഭവിച്ചിട്ടില്ല, ഇപ്പം നമ്മുടെ ഈ കവിതയിലാണെങ്കിൽ വയനാടിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് സാക്ഷ്യമായി ചിത്രമാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇത് വെറും ഉപരിപ്ലവമായ പ്രതികരണങ്ങൾ മാത്രമായി തീർന്നിരിക്കുന്നു. ഒരു ഉത്കണ്ഠയും ഇതിലെ ഉത്കണ്ഠ എങ്ങനെയാണ് അതിന് ഒരു പരിസമാപ്തി എന്ന് പറഞ്ഞാൽ, പടമെടുക്കാനിരിക്കുന്ന വീടും പറമ്പും വില പറഞ്ഞു വാങ്ങുന്ന ഒരു മനോഭാവമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ലോകം മുഴുവൻ ചുറ്റിക്കഴിഞ്ഞിട്ട് തിരികെ വന്ന് നമ്മുടെ വിദേശവാസമൊക്കെ കഴിഞ്ഞ് വന്നിവിടെ ഇങ്ങനെ വളരെ ആശ്വാസത്തോടും സമാധാനത്തോടും സ്വസ്ഥമായി ചാരിയിരിക്കാനുള്ള ഇടം എന്നതിലപ്പുറത്തേക്ക് നമ്മുടെ നാടിനെ കാണാൻ ആരും തയ്യാറാവുന്നില്ല എന്നൊരു ദുഃഖ സത്യവും കൂടി കവി ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. പാരിസ്ഥിതിക അവബോധവും പ്രകൃതി സ്നേഹവും കപടതയായി മാറുന്നതിനോടുള്ള പ്രതിഷേധമാണ് നമുക്ക് ഈ വരികളിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സ്വയം മനുഷ്യൻ പറയുന്ന എന്താണ്, ഈ നാടിൻ്റെ ഈ ലോകത്തിൻ്റെ അവതാരമൂർത്തിയാണ് താനെന്ന ഒരു ചിന്തയിലേക്ക് മനുഷ്യൻ സ്വയം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം അവന് ഒരിടത്തിരുന്ന് അവൻ്റെ കൈപ്പിടിയിലുള്ള യന്ത്രത്തിലൂടെ പലതിനെയും നിയന്ത്രിക്കാൻ അവന് കഴിയുന്നു എന്ന ഒരു സത്യം, അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ്, ആ സാങ്കേതികതയുടെ വളർച്ചയാണ് താൻ ഒരു അവതാരമൂർത്തിയാണ്, എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് എന്ന തോന്നലിലേക്ക് മനുഷ്യനെ മാറ്റിയിരിക്കുന്നത്. അത് ഒരു ആഗോള ഗ്രാമമായി ഈ ലോകത്തെ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥയായിട്ട് നമുക്ക് കാണാൻ കഴിയും. മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യനെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് മാനിക്കേണ്ടതെന്നറിയാതെ അവർ എത്ര ജീവിയാണ് എന്ന് ചോദിക്കുന്ന ആ ചോദ്യം, ആ സാങ്കേതികത്വത്തിൻ്റെ അളവ് പോലുകൊണ്ട് മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യനെ അളക്കാനുള്ള ഒരു കാഴ്ചപ്പാടും കൂടെ നമുക്ക് വളരെ ദുഃഖകരമായിട്ട് ഇവിടെ കാണേണ്ടി വരുന്നു എന്നൊരു സത്യവും കവി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു കണക്ക് മാത്രം, ആദിമ മനുഷ്യൻ എന്ന് പറയുന്നത് വെറും ഒരു കണക്ക് മാത്രമായിട്ട് മാറുന്നു. മലകളും മരങ്ങളും കുറുമരും കുറിച്യരും എത്ര ജീവി എന്ന ആ ചോദ്യം അത് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കൊണ്ട് കയറുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായും മണ്ണിനെയും മനുഷ്യനെയും തിരിച്ചറിയേണ്ടതുണ്ട് എന്ന ഒരു സത്യം ബോധിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരെ വേണ്ടവണ്ണം തിരിച്ചറിയാത്ത ഈ പ്രകടനപരതയെയും പാരിസ്ഥിതിക അവബോധത്തെയും ആധുനിക മനുഷ്യൻ്റെ പല പ്രവൃത്തികളെയും കണക്കറ്റ് പരിഹസിക്കുകയും ചെയ്യുകയാണ് കവി ഇവിടെ ചെയ്യുന്നത്. ഇതോടുകൂടി നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.